ഹലോ. അപ്പം ഒരു കുടികൂടലുണ്ടായിനി. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു കുട്ടി വ്ളോഗ് എടുക്കാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ രാത്രിക്കാണ് പോയത്. ശ്രീകണ്ഠപുരമാണ് കുടികൂടലുണ്ടായിനി. അപ്പം അവിടെ പോയി അവിടെ വീടിന് പേരൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, സോപാനം. അപ്പം നമ്മളവിടെ എത്തുമ്പോൾ തന്നെ രാത്രിയായിനി. 1 മണിക്കൂറുണ്ട് അവിടെ. എന്നിട്ട് നേരെ രാവിലെ കുടികൂടലിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് അടുത്താണ്, നമ്മളെ അമ്മായിൻ്റെ വീട്ടിലാണ് നിന്ന്. അപ്പം നമ്മളെത്തുമ്പോഴത്തേക്ക് ഗണപതി ഹോമെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിനി. രാവിലെയാണ് ഗണപതി ഹോമെല്ലാം. പിന്നെ ഓരോ ചടങ്ങായിട്ട് എല്ലാവരും വീടിനൊക്കെ വട്ടം ചുറ്റി വിളക്കും തളികയും അങ്ങനത്തെ കിണ്ടിയെല്ലാം എടുത്തിട്ട് വീടിന് ചുറ്റും നടക്കും. നിങ്ങളങ്ങോട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എല്ലാവരും എങ്ങനെയാണ് ചടങ്ങെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം ഓരോരാൾ വീടിന് ചുറ്റും, നമ്മളിങ്ങോട്ടെല്ലാം 3 റൗണ്ട് ചുറ്റലുണ്ട്. അപ്പം ഇവിടുന്ന് ഒരു റൗണ്ട് ചുറ്റിയിട്ടില്ല. അപ്പം സൂചാട്ടനാണ് എനിക്ക് വീഡിയോ എല്ലാം എടുത്തിരുന്നത്. അതുകൊണ്ട് എനിക്ക് വെറുതെ ഇരിക്കാം. ഞാൻ പറഞ്ഞു വീഡിയോ എല്ലാം എടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ്. പിന്നെ എല്ലാവരും മുന്നിൽ എനിക്ക് ചെറിയൊരു മടിയൊക്കെ ഉണ്ട്. എന്നിട്ട് അപ്പോൾ ചടങ്ങെല്ലാം കഴിഞ്ഞ് എന്നിട്ടെല്ലാവരും സാധനങ്ങളെല്ലാം എടുത്ത് ഉള്ളിലേക്ക് കയറി. പിന്നെ കിണ്ടി അങ്ങനത്തെ എല്ലാം എടുത്ത് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് വിളക്ക് കത്തിച്ചെടുത്തിട്ട് പൂജാമുറി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ വിളക്ക് വെക്കാൻ മാത്രം ഉള്ളൊരു സ്ഥലം. അപ്പോൾ അവിടെ വിളക്ക് കത്തിച്ച് വെച്ചു. എന്നാലല്ലേ വീട്ടിലൊരു ഇതുണ്ടാവുമല്ലോ, എന്താ ഐശ്വര്യം, പുതിയ വീടല്ലേ. എന്നിട്ട് എല്ലാവരും ഓരോരോ സാധനങ്ങളെല്ലാം വയ്ക്കുമ്പോഴേ കൊണ്ടുവച്ചു. ഇതെല്ലാം അമ്മായിയും ആൻറ്റിയും ഒക്കെയാണ്. എൻ്റെ അല്ല, സൂചേട്ടൻ്റെ അമ്മായി ആൻറ്റിയൊക്കെയാണ്. അപ്പം എനിക്ക് ഭയങ്കര മടിയുണ്ടായിനി. എന്നുവെച്ചാൽ അവരെ വീട്ടിലല്ലേ, അതുകൊണ്ട് ഞാൻ പോസ്റ്റ് അടിച്ച് പോയോ എന്ന് ഡൗട്ടുണ്ടായി. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടാ. എന്നിട്ട് ഞാൻ ആയുസിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുമായിരുന്നു. ആയുസ് തിന്നാൻ കൊടുക്കാനും അവനെ കുളിപ്പിക്കാനും കുറേ ആൾക്കാരുണ്ടായിരുന്നു, അവനെ എടുക്കാനല്ല. അതുകൊണ്ട് നല്ല തന്നെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് ദൂരമാണ് അവിടെ എത്താൻ. അപ്പം അതിൻ്റെ ക്ഷീണം എല്ലാം കൂടി ആയി. അതുകൊണ്ട് പിന്നെ എന്നിട്ട് അമ്മയും ഏച്ചിയും എല്ലാവരും ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ടുണ്ടായിനി. സൂചാട്ടൻ്റെ ഏച്ചി, എൻ്റെ അമ്മയല്ല. എന്നിട്ട് നമ്മൾ പാല് കാച്ചലിൻ്റെ സമയമായതുകൊണ്ട് നേരെ അടുക്കളപ്പുറത്തേക്ക് പോയി. അപ്പം കുറേ ആൾ വീഡിയോയിൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് അടുപ്പ് കത്തിച്ചിട്ട് പാല് ഒഴിച്ച് പാത്രം അതിൻ്റെ ഉള്ളിൽ വെച്ചു അടുപ്പിൽ. പിന്നെ ഒന്നും പറയണ്ട, എല്ലാവരും ഇളക്കലും ഫോട്ടോ എടുക്കലും പാലിളക്കലും പാല് തിളച്ച് വരുന്നുണ്ടോ നോക്കി ഇരിക്കലുമായിരുന്നു പണി. ഞാൻ അതിൻ്റെ സൈഡിലേക്ക് കൂടി എത്തി നോക്കുന്നുണ്ടായിനി. ഇതെല്ലാം എടുത്തത് ഏട്ടനാണ്. എന്നോട് പറഞ്ഞു ക്രിയേറ്റീവായിട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഫോൺ മേടിച്ചിട്ട് പോയത്. എന്നിട്ട് നമുക്ക് പാലെല്ലാം കുടിച്ച് പിന്നെ അവിടുന്ന് ഉപ്പുമാവെല്ലാം തിന്നു. പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആകെ ടയേർഡായിനി. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ.